അംഗത്വം എടുക്കുവാൻ കാരണം 27 വയസ്സ് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷെ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും, പക്ഷെ എനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും അവിടെ നിന്നുണ്ടായ അവഗണനയും, അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുവാൻ കോൺഗ്രസ് ഇന്ന് കാണിക്കുന്ന വിമുഖതയുമാണ് എനിക്കിതിൽ അംഗത്വം എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനമായ ഘടകം. വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതിന്റെ ഭാഗമായി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അനുഭവ സമ്പത്തുള്ള തലമുതിർന്ന നേതാക്കൾ, സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള, പ്രത്യേകിച്ചും പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിലൊക്കെ തന്നെ പെട്ട നേതാക്കൾ BJPയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധരായി മുന്നോട്ട് വരികയാണ്. ഇനി ഏതാണ്ട് 20-23 ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുവാനുള്ളത്. കഴിഞ്ഞ 1.5 മാസക്കാലമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ NDA നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾ പല മാധ്യമ സമ്മേളനങ്ങളിലും പറഞ്ഞു, നാളെ വരെ പിന്തുണ ലഭിക്കാതിരുന്ന പ്രദേശങ്ങളിൽ നിന്നും പോലും വളരെ വലിയ പിന്തുണയാണ് ദേശീയ ജനാധിപത്യ സഖ്യ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ തുടർ ഭരണം ആഗ്രഹിക്കുന്ന ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തുള്ള ജനപ്രതിയാവണമെന്ന് ആഗ്രഹിക്കുന്ന വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങൾക്ക് പിന്തുണ ലഭിക്കുന്നതിന്റെ ഭാഗമായി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അനുഭവ സമ്പത്തുള്ള തലമുതിർന്ന നേതാക്കൾ, സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള, പ്രത്യേകിച്ചും പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിലൊക്കെ തന്നെ പെട്ട നേതാക്കൾ BJPയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ സന്നദ്ധരായി മുന്നോട്ട് വരികയാണ്. നമുക്കറിയാം, കഴിഞ്ഞ നിരവധി വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാന പ്രവർത്തകയായിരുന്ന ശ്രീമതി തങ്കമണി ദിവാകരൻ ഇന്ന് BJPയിൽ എത്തുകയാണ്. മുൻ AICC അംഗമാണ്. അതോടൊപ്പം തന്നെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിരവധി ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഉപരി ഗ്ലോബൽ വേൾഡ് മലയാളി കൗൺസിലിന്റെ വൈസ് ചെയർപേഴ്സണാണ്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ BJPയുടെ കേരളത്തിലെ പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകാൻ പോകുന്നത് ശ്രീമതി തങ്കമണി ദിവാകരൻ കേരള സാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ചീഫ് പാട്രൺമാരിൽ ഒരാളാണ്. അതിലുപരി പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രന്റെ സഹോദരി കൂടിയാണ്. അപ്പോൾ ഇത്രത്തോളം പശ്ചാത്തലമുള്ള, അനുഭവ സമ്പത്തും പരിചയസമ്പത്തും, സമൂഹത്തിൽ വ്യത്യസ്ത മേഖലകളിൽ സ്വാധീനമുള്ള, കലാസാംസ്കാരിക മേഖലയിൽ സ്വാധീനമുള്ള കുടുംബം, പട്ടികജാതി വിഭാഗത്തിനിടയിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തക, അസംബ്ലി സ്ഥാനാർത്ഥിയായിരുന്ന തിരുവനന്തപുരം ജില്ലയിൽ തന്നെ, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന വനിത, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നരേന്ദ്രമോദിക്കും പിന്തുണ നൽകിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനോടൊപ്പം ചേരാൻ തീരുമാനിച്ചത് തിരുവനന്തപുരത്ത് NDAക്ക് ഉണ്ടാകാൻ പോകുന്ന വിജയത്തിന്റെ മാധുര്യം വർദ്ധിപ്പിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ട തങ്കമണി ചേച്ചിയെ ഞാൻ BJPയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ഒക്കെ ഷാളണിയിച്ച് സ്വീകരിക്കും. അംഗത്വം എടുക്കുവാൻ കാരണം 27 വയസ്സ് മുതൽ കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരികയാണ്. പക്ഷെ എനിക്ക് അവിടെ നിന്നുണ്ടായ അവഗണനയും, പക്ഷെ എനിക്ക് മാത്രമല്ല പല സ്ത്രീകൾക്കും അവിടെ നിന്നുണ്ടായ അവഗണനയും, അതുപോലെ തന്നെ സ്ത്രീകളെ ബഹുമാനിക്കുവാൻ കോൺഗ്രസ് ഇന്ന് കാണിക്കുന്ന വിമുഖതയുമാണ് എനിക്കിതിൽ അംഗത്വം എടുക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതിൽ ഏറ്റവും പ്രധാനമായ ഘടകം. ഞാൻ തൊഴിലാളി രംഗത്താണ് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ പടിപടിയായി പല മേഖലകളിലും പ്രവർത്തിച്ച് ഞാൻ ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നത്. അതിന് വേദി ഒരുക്കി തന്ന പാർട്ടിയും, അതുപോലെ ആ പാർട്ടി ഏൽപ്പിച്ച എല്ലാ ജോലിയും നല്ല മനോഹരമായ രീതിയിൽ എനിക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പ്രവർത്തന പാരമ്പര്യം ഇന്ന് ഈ BJPയിലും കാഴ്ചവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കൂടുതലും എന്നെ വിശ്വസിച്ച് എന്നോടൊപ്പം ഒരു പൊതുസമൂഹമുണ്ട്. അവരുടെ ക്ഷേമത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും സാംസ്കാരികമായും അല്ല സമൂഹത്തിന്റെ ഉന്നതിയിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്തുവാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതിന് എനിക്ക് ഏറ്റവും ഉചിതമായ പാർട്ടി BJP ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക
സുരക്ഷ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ആ നിലയിൽ പ്രവർത്തിച്ചു വരുന്ന എനിക്ക് അതിലിനി വളരെ ദൂരം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഇന്ന് കേരളത്തിൽ വിവാഹമോചനം കേരളത്തെ ഓരോ സമൂഹത്തെയും അല്ല ഓരോ വ്യക്തികളെയും ഓരോ വീട്ടിലെയും താർന്നിട്ടുകൊണ്ടിരിക്കുന്ന അതിനൊരു മാറ്റം വരുത്തണം. എനിക്ക് അതിനെല്ലാം വേദിയൊരുക്കുവാൻ ഈ BJP പ്രസ്ഥാനം എനിക്ക് എന്നോടൊപ്പം സഹായകരമായിരിക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്, വിശ്വാസമുണ്ട്. ആ നിലയ്ക്കാണ് ഞാൻ ഈ പാർട്ടിയിൽ അംഗത്വം സ്വീകരിക്കുന്നത്. SDPയിലെ അവര് കോൺഗ്രസിന് ഇന്ന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതെല്ലാം വേദനാജനകമാണ്. ഇതിനെല്ലാം നമുക്കൊരു മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, കാലാകാലം ഉള്ളതുപോലെയല്ല ഇന്നിവിടെ നമുക്ക് കോൺഗ്രസിനെ പോലൊപ്പം ബലാബലം അല്ലെങ്കിൽ നമുക്ക് ഒരു പേരെഴുതിയിട്ട് സമം എന്നുള്ള ഇട്ടിട്ട് ആ സമത്തിന് തുല്യനാണ് നമ്മളുടെ ഇന്നത്തെ ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന വ്യക്തി. അദ്ദേഹത്തെ നമുക്ക് വിജയിപ്പിച്ച് കൊണ്ടുവരണം. ഇവിടെ നമുക്ക് വികസനം ഒരുപാട് ആവശ്യമാണ്. നമുക്കറിയാം, ഞാൻ ഉൾപ്പെടെ പ്രസംഗിച്ച് കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മളൊരു സിംഗപ്പൂരാക്കുമെന്ന്. ഒരു സിംഗപ്പൂര് പോയിട്ട് നമ്മളൊരു കൊച്ചി നഗരം പോലും നമ്മുടെ ട്രിവാൻഡ്രം വികസിച്ചിട്ടില്ല. നമുക്ക് ഒരുപാട് വികസനം വേണം. ഇന്ന് നമ്മളുടെ കുഞ്ഞുങ്ങൾ കൂടുതലും അന്യനാട്ടിൽ പോയി അമേരിക്ക, ഇറ്റലി, ജർമ്മനി അവിടെ പോയാണ് ജോലി നോക്കുന്ന. യാതൊരു സുരക്ഷിതത്വമല്ല. അവരെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്തണം. അവർക്ക് സ്വന്തം നാട്ടിൽ എല്ലാവർക്കും നിങ്ങൾക്കറിയാം, 2 or 3 മക്കൾ അല്ലെങ്കിൽ ഒരു മക്കളായിരിക്കും ഒരു അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അവര് വിദേശത്ത് പോകുമ്പോൾ ആ കുടുംബം അതോടുകൂടി അവരെ കണ്ണീരിലാഴ്ത്തിയാണ്. അവരെ വയസ്സുകാലത്ത് ആരാ നോക്കാനില്ല. അപ്പൊ അവരെ നമുക്ക് ഇവിടെ പിടിച്ചു നിർത്തേണ്ട അത്യാവശ്യമാണ്. അതിലേക്കായി നമുക്ക് ഇന്ന് NDA സർക്കാർ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ സർക്കാർ തന്നെ വരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിലേക്ക് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിൽ നിന്നും അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇന്ന് വന്നു ചേർന്നിരിക്കുന്നത്.